നമസ്കാരം. പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് പുതിയ വീട് അല്ലെങ്കിൽ പുതിയ താമസ സ്ഥലം എന്ന വാർത്ത ഡൽഹി കേന്ദ്രങ്ങളെയും ന്യൂസ് ചാനലുകളെയും എല്ലാം ഒരു കൗതുകത്തിലാഴ്ത്തുകയുണ്ടായി. രാഹുൽ ഗാന്ധി മുമ്പ് ഡിസ്ക്വാളിഫിക്കേഷന് ശേഷം അദ്ദേഹത്തിന്റെ താമസിച്ചിരുന്ന സ്ഥലം ഒഴിയേണ്ടി വരികയും രാഹുൽ ഗാന്ധിക്ക് പുതിയ അഡ്രസ് എന്ന് പറയുന്നത് നമ്പർ 5 സുനേറി ബാഗ് ന്യൂഡൽഹിയാണ്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇത് നോക്കാൻ പ്രിയങ്ക ഗാന്ധി എത്തിയ ചിത്രങ്ങളടക്കം പല ദേശീയ മാധ്യമങ്ങളും വാർത്തകളായും മറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ പ്രാധാന്യമുണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി താമസിക്കുന്നത് 7 ലോക് കല്യാൺ മാർഗിലാണ്. മുമ്പ് ഇതിനെ 7 റേസ് കോഴ്സ് റോഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓരോ സ്ഥലങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. സോണിയാഗാന്ധിജി താമസിക്കുന്നത് 10 ജൻപത്താണ്. അതേപോലെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പുതിയ താമസ സ്ഥലം ഒരുപക്ഷെ ഇന്ത്യയിലെ പവർ പൊളിറ്റിക്സിലെ പ്രാധാന്യമുള്ള ഇടമായി മാറുന്ന ഈ സ്ഥലം ഇനി നമ്പർ 5 സുനേറി ബാഗ് റോഡ് ആയിരിക്കാം. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സഹോദരിയായ പ്രിയങ്ക ഗാന്ധി ഇവിടെ വരികയും മറ്റും ചെയ്യുന്നതിന്റെ കാഴ്ചകൾ കൗതുകം ഉണർത്തുന്നതാണ്. എന്നും രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇത്രയും പ്രൊഫൈലുള്ള വലിയൊരു നേതാവായി വളർന്നു. അതിനു മുമ്പ് പോലും നല്ലൊരു കുടുംബ ബന്ധത്തിന്റെയും നല്ലൊരു സ്നേഹബന്ധത്തിന്റെയും ഒക്കെ ഒരു പ്രതിനിധിയാണ്, പ്രതീകമാണ് രാഹുൽ ഗാന്ധി. പണ്ടേ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിലുള്ള ഒരു നല്ല ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന്റെ തന്നെ നല്ലൊരു സിംബലൈസേഷനാണ്. അവരുടെ പരസ്പരം ബോണ്ടിങ്ങും അവർ പരസ്പരം ഇഷ്ടപ്പെടുന്ന രീതിയും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന രീതിയും ഒക്കെ നല്ലൊരു സഹോദര മാതൃകകളാണ്. അതിനൊന്നും രാഷ്ട്രീയം നമ്മൾ കാണേണ്ട ആവശ്യമില്ല. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നല്ലൊരു മാതൃകയാണ് ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും മുമ്പ് ഫൈറ്റിന്റെ ഇടയിൽ പോലും പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വളരെ പോസിറ്റീവായി പറയുകയുണ്ടായി. നമ്മളെല്ലാം ചെറിയ പ്രായം മുതൽ ഇവരുടെ വളർച്ചയും മറ്റും കണ്ടിട്ടുള്ളവരാണ് ഇന്ത്യക്കാർ. പ്രത്യേകിച്ച് രാജീവ് ഗാന്ധി എന്ന ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രിയുടെ മക്കളാണ്. രാജീവ് ഗാന്ധി വന്നപ്പോൾ പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സുകാർ വലിയൊരു ലീഡറും ഐക്കണുമായിട്ടൊക്കെയാണ് അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹത്തിന്റെ എൻട്രി ഒക്കെ ഇന്ത്യയിൽ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ എനർജൈസ് ചെയ്തു. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ വർഷത്തെ ലോക്സഭ ഡിസ്ക്വാളിഫിക്കേഷൻ ശേഷം ആ ഡിഫമേഷൻ കേസ് അതൊക്കെ ഒരു യൂസ്ലെസ് കേസുകളാണ്. അതൊക്കെ ചുമ്മാ കേസിന് വേണ്ടി കേസ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ പുതിയ റെസിഡൻസിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്. ഇതൊരു പവർ സെന്റർ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ വലിയൊരു പവർ സെന്ററായി ഇനി മാറും. ഇനിയും പല പ്രസ് മീറ്റുകളും പല പ്രധാനപ്പെട്ട അനൗൺസ്മെന്റുകളും ഒക്കെ ഇവിടെ നിന്നായിരിക്കും നടക്കുന്നത്. പ്രതിപക്ഷ നേതാക്കളെല്ലാം ഒത്തുകൂടും. രാഹുൽ ഗാന്ധിയുടെ വലിയൊരു ടീം കാണും. അവരുടെ എല്ലാം ഒരു വലിയ മീറ്റിംഗ് പ്ലേസും ഇന്ത്യയുടെ ഒരു ഇമ്പോർട്ടന്റ് പവർ സെന്ററുമായത് മാറും. KGF എന്ന സിനിമയിൽ വളരെ പ്രശസ്തമായ ഒരു ഡയലോഗ് ഉണ്ട്. ആദ്യ KGF-ൽ അവർ പറയുന്നത് പവർഫുൾ പീപ്പിൾ കം ഫ്രം പവർഫുൾ പ്ലേസസ് എന്നാണ്. രണ്ടാമത്തെ KGF-ൽ കുറെ കൂടെ ഒരു മാസാക്കി അവർ പറയുന്നത് പവർഫുൾ പീപ്പിൾ മേക്ക് പ്ലേസസ് പവർഫുൾ എന്നാണ്. ആ രീതിയിൽ 7 ലോക് കല്യാൺ മാർഗ് PM-ന്റെ വസതിയോടൊപ്പം ഇന്ത്യയുടെ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ രസതന്ത്രത്തിൽ മറ്റൊരു പവർ ഹൗസായി മാറാൻ ഈ നമ്പർ 5 സുനേറി ബാഗ് റോഡ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പുതിയ വീടിന്റെ പുതിയ വാർത്തകൾ അല്ലെങ്കിൽ പുതിയ ഡയമെൻഷൻസും അവിടെ നിന്നുള്ള വാർത്തകളായിരിക്കും ഒരുപക്ഷെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഡൽഹി ബേസ്ഡ് മാധ്യമങ്ങളും ഒക്കെ ഇനിയും കൂടുതൽ ചെയ്യുക.